ഒട്ടും റിസ്ക് ഇല്ലാതെ വീട്ടിൽ നിന്ന് തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ് അവസരത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമുക്ക് അതിനുവേണ്ടി വലിയ മുടക്കു മുതൽ ഒന്നും വേണ്ട. നമുക്കൊരു 500 രൂപയുണ്ടെങ്കിലും ചെയ്യാം, 1000 രൂപയുണ്ടെങ്കിലും ചെയ്യാം. മാന്യമായ രീതിയിൽ ചെയ്യണമെങ്കിൽ നമുക്കൊരു 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയണം. ഈ 5000 രൂപയുടെ പ്രോഡക്റ്റും എടുത്ത് നമുക്ക് നല്ല രീതിയിൽ വിപണനം നടത്താം. ഏതാണ്ട് 30-35% ലാഭം കിട്ടുന്ന പ്രോഡക്റ്റാണ്. അതിലും കൂടുതൽ കിട്ടുന്ന ഐറ്റംസ് ഉണ്ട്, അത് മുമ്പോട്ട് കാണിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് ഈ 5000 രൂപ വെച്ച് വളരെ ഭംഗിയായിട്ട് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്. ഈവൻ ഇത് സ്റ്റുഡൻസിന് ചെയ്യാം, ലേഡീസിന് ചെയ്യാം, ജെൻസിന് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അല്പം കലാവിരുദ്ധം കൂടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ഒരു ബിസിനസ് എന്താണ് ഇതിൽ നമ്മൾ കച്ചവടം ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് അത് കിട്ടുന്നത്, എങ്ങനെയാണ് അത് വിൽക്കേണ്ടത് എന്നുള്ള കാര്യമാണ് കൃത്യമായിട്ട് ഇവിടെ പറയുന്നത്. ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചാണ് നമ്മൾ വീഡിയോകൾ ചെയ്യാറുള്ളത്, ഇന്നും അതുതന്നെയാണ്. എന്നാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ ആളുകൾ കണ്ടു പോകുന്നതല്ലാതെ ഒന്ന് ലൈക്ക് ചെയ്യുക പോലും ചെയ്യാറില്ല. നിങ്ങൾ ഒരു ലൈക്ക് ചെയ്താൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ചെയ്താൽ അത് ഞങ്ങൾക്ക് പ്രചോദനമായിരിക്കും. കൂടുതൽ വീഡിയോ ചെയ്യാൻ നമ്മൾക്ക് അത് പ്രേരണയാകും. പിന്നെ നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ പോലും ഒന്ന് ഷെയർ ചെയ്തേക്കുക. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ദിനം പ്രതി ഷെയർ ചെയ്യാറുണ്ട്. അതുകൂടാതെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഇത്തരത്തിലുള്ള ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് തന്നെ ലഭിക്കും. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞു വന്നത് ലേഡീസ് ഐറ്റത്തിനെ കുറിച്ചാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമ്മുടെ ക്ലിപ്പുണ്ട്, ബോ ഉണ്ട്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്, മാലകളുണ്ട്, വളകളുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ എടുത്തു പറയുന്നത് ഒരേ ഒരു ഐറ്റത്തെക്കുറിച്ചാണ്. സ്ക്രീനിൽ അത് കാണുന്നുണ്ട്. അതാണ് ഹെയർ ബോ. സാധാരണഗതിയിൽ നാട്ടിൻപുറത്തുള്ള സ്ത്രീകൾ തലയിലിടുന്ന അല്ലെങ്കിൽ മുടിയിലിടുന്ന വട്ടം എന്നൊക്കെ പറയാറുണ്ട്. ഇതാണ് ബോ, ഹെയർ ബോ. ഇത് 150 വെറൈറ്റി ഉണ്ട്. അതിൽ കൂടുതൽ കാണും, 1500 വെറൈറ്റി കാണും. അപ്പോൾ ഈ വട്ടം എടുത്തുകൊണ്ട് ഇല്ലെങ്കിൽ ഈ ബോ എടുത്തുകൊണ്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണ് എന്നാണ് മുമ്പോട്ട് പറയുന്നത്. അത് നമുക്ക് ഈ വട്ടം അല്ലെങ്കിൽ ഈ ഹെയർ ബോ കിട്ടുന്ന റേറ്റ്സ് ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ നമ്മൾ സ്ക്രീനിൽ പല തരത്തിലുള്ള ഹെയർ ബോകൾ കാണുന്നുണ്ട്. ഇത് 36 രൂപ പീസാണ്. ഇത് 276 രൂപ പെർ ഡസൺ ആണ്. 50 രൂപ പീസ്, 10 രൂപ പെർ പീസ്, 62 രൂപ പെർ പീസ്, 240 രൂപ പെർ ഡസൺ, 40 രൂപ ഡസൺ, 149 രൂപ പീസ്, 300 രൂപ ഡസൺ, 45 രൂപ പാക്കറ്റ്, 135 രൂപ പാക്കറ്റ്, 100 രൂപ പീസ്, 30 രൂപ പീസ്, 60 രൂപ പീസ്, 55 രൂപ പീസ്, 40 രൂപ പീസ്, ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ഈ പേജിൻ്റെ ലിങ്ക് ഇട്ടുതരാം, നിങ്ങൾ തന്നെ കയറി നോക്കുക. എന്താണ് ഇവിടെ കച്ചവടം എന്ന് നോക്കാം. ഇവിടെ പറയുന്ന റേറ്റ് നമുക്ക് കൊടുക്കേണ്ടി വരില്ല, അത് വേറൊരു കാര്യം. കാരണം നമ്മൾ ബൾക്കായിട്ട് എടുക്കുമ്പോൾ വീണ്ടും ബാർഗെയിൻ ചെയ്ത് ഈ റേറ്റിൽ നിന്ന് എങ്ങനെ പോയാലും ഒരു 30-40% കുറച്ചായിരിക്കും നമുക്ക് റേറ്റ് കിട്ടുന്നത്. ഇനി അതല്ല എങ്കിൽ ലോക്കലായിട്ട് നമുക്ക് അതിലും കുറഞ്ഞ റേറ്റിൽ കിട്ടുന്നുണ്ടെങ്കിൽ അതും എടുക്കാം. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യമാണ്, വെറൈറ്റി ഉണ്ടായിരിക്കണം. ഒരുപാട് വെറൈറ്റി ആകാനും പാടില്ല. നമ്മളൊരു 5-10 വെറൈറ്റിയിൽ കയറി പിടിക്കുക, ബോസ് മാത്രം മതി, മറ്റൊന്നും വേണ്ട. ഈ വെറൈറ്റി സാധനം എടുക്കുക, സാമ്പിൾ എടുക്കുക. ആദ്യം ജസ്റ്റ് നമുക്ക് 10 വെറൈറ്റിയാണ് നമ്മൾ എടുത്തതെങ്കിൽ 10 വെറൈറ്റിയുടെയും നമ്മൾ ജസ്റ്റ് സാമ്പിൾ എടുക്കുക. ഒരു 2 പീസ് വെച്ച് 4 പീസ് വെച്ച് എടുക്കുക. അത് അവരുടെ MRPക്കായിരിക്കും കിട്ടുന്നത്, നമ്മൾക്ക് ആ ഹോൾസെയിൽ റേറ്റിൽ കിട്ടിയെന്ന് വരില്ല. സാമ്പിൾ എടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ് ഉണ്ടാക്കുക. ഓൾറെഡി നിങ്ങൾക്കുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. നല്ല റീച്ചുള്ള പേജ് ആണെങ്കിൽ അതിലും നല്ല കാര്യം. ഇനി നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം എന്താണെന്നറിയില്ലെങ്കിൽ വീട്ടിൽ കൊച്ചുമക്കളുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക, അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. പേജ് ക്രിയേറ്റ് ചെയ്ത് തരും. ഇങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതും നല്ല കാര്യമാണ്. വാട്സപ്പ് നിങ്ങളുടെ ഫോണിൽ കാണും, അതും നല്ല കാര്യമാണ്. അവിടെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, അത് തന്നെ ഇട്ട് വാട്സപ്പ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ബോസ് ആണ്, നിങ്ങളുടെ പേര് ആരതി എന്നാണെന്ന് കരുതുക. ഉടനെ ആരതി ബോസ് എന്ന് ആ ഒരു സംഭവത്തിന് പേര് കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അതൊരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, അങ്ങനെ ചെയ്തുകൊണ്ട് ആ ഒരു പേജ്, ഫേസ്ബുക്കിൽ പേജ് ക്രിയേറ്റ് ചെയ്യുക, ഇൻസ്റ്റയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, വാട്സപ്പിൽ നമ്മളൊരു
പേജ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ഈ ഫോട്ടോകൾ ഓരോന്നായിട്ട് അതിൽ ഇട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ എഴുതുക. അവിടെ റേറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റേറ്റ് നിങ്ങൾ ആദ്യം നോക്കുക. പിന്നെ ഈ സാധനം നിങ്ങൾക്ക് തൊട്ടടുത്ത് ആയിരിക്കില്ല നിങ്ങൾ കൊടുക്കേണ്ടി വരിക, ദൂരെ ആയിരിക്കും. അപ്പോൾ പ്രത്യേകം എഴുതുക കൊറിയർ ചാർജസ് എക്സ്ട്രാ ആയിരിക്കും എന്ന്. കാരണം നിങ്ങൾക്ക് അനുമാനിക്കാൻ പറ്റില്ല എവിടെ നിന്നാണ് ഓർഡർ വരുന്നത്, എത്രയാകും ചാർജ് എന്ന്. അതുകൊണ്ട് കൊറിയർ ചാർജ് എത്രയാണോ അത് എക്സ്ട്രാ ആയിരിക്കും. നമുക്ക് പോസ്റ്റ് ഓഫീസിനെ അതിനുവേണ്ടി ഉപയോഗിക്കാം. പോസ്റ്റ് ഓഫീസിന്റെ കൊറിയർ, പോസ്റ്റൽ വർക്ക്സിനെ നമുക്ക് അതിനുവേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. എത്ര ചാർജ് ആണെങ്കിലും അത് അവർ തന്നെ പേ ചെയ്യും, അതായത് എടുക്കുന്ന പാർട്ടി പേ ചെയ്യണം. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നിങ്ങൾ ബോസ് ഓൾറെഡി സ്ക്രീനിൽ കാണുന്നുണ്ട്. ഈ സ്ക്രീനിൽ കാണുന്ന ബോസ് ഏതാണ്ട് 12ഓളം കളറുണ്ട്. ഒരൊറ്റ ഐറ്റം എടുത്താൽ പോലും നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഈ 12 കളറ് 12 ഡിസൈൻ കാണിച്ചുകൊണ്ട് ഒരൊറ്റ പാക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ തന്നെ അടുത്ത പാക്ക് വരുമ്പോൾ 12 കളറും ഈ 2 എണ്ണം ആക്കി കൊടുക്കുക. 12 കളറും 3 എണ്ണം വെച്ചുള്ള പാക്ക് ആക്കുക. അങ്ങനെ നമുക്ക് പാക്കുകളാക്കി കൊടുക്കാൻ പറ്റും. നിങ്ങൾ കരുതുന്നത് പോലെ അല്ല മാർക്കറ്റ്, ആളുകളുടെ മൈൻഡും അങ്ങനെയല്ല. ഇതൊക്കെ ആര് വാങ്ങിക്കും എന്ന് നിങ്ങൾ ചോദിക്കും. പക്ഷേ നിങ്ങൾ ഈ ബിസിനസ്സിലോട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതാണ് ആളുകൾ വാങ്ങിക്കുന്നത് എന്ന്. സ്റ്റൈലിനാണ് കാശ്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് പാക്ക് ചെയ്ത് നല്ല വൃത്തിയോടുകൂടി പാർട്ടിയുടെ അടുത്ത് എത്തിക്കുകയാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ആളുകൾ വാങ്ങിച്ചിരിക്കും, റിപ്പീറ്റ് ചെയ്ത് വാങ്ങിച്ചിരിക്കും. ഇവിടെ നമുക്ക് നമ്മളുടേതായിട്ടുള്ളൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് നമ്മളുടെ കച്ചവടം ഒന്ന് അപ്ഗ്രേഡായി സ്വല്പം മുമ്പോട്ട് ഓടി എന്ന് കാണുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഇതെടുത്ത് ബ്രാൻഡ് ചെയ്ത് നമുക്ക് കൂടുതലായിട്ട് വിൽക്കാൻ പറ്റും. ഇതിനുശേഷം ഇത് ഓഫ്ലൈൻ്റെ കാര്യമാണ് പറഞ്ഞത്, ഓൺലൈനിൽ കൂടെ ഓഫ്ലൈനാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇതിനുശേഷം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ കൂടെയും വിൽക്കാം. അവിടെ ആരും വിൽക്കുന്നില്ല എന്നല്ല, പക്ഷെ അവിടെയും നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് GSTയും കാര്യങ്ങളുമൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. ഇല്ലെങ്കിൽ ആമസോണിൽ ഇതൊന്നും വിൽക്കാൻ പറ്റില്ല, ഇല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ ഇതൊന്നും വിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നല്ല 30-35% പ്രോഫിറ്റ് കിട്ടുന്ന ഒരു പരിപാടി വീട്ടിൽ ഇരുന്നു കൊണ്ട് ചെയ്യാം. കാരണം നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സാധനം നിങ്ങളുടെ വീട്ടിൽ വരും. അത് റീപാക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ നിങ്ങളുടെ കർത്തവ്യമായിട്ട് വരുന്നുള്ളൂ. റീപാക്ക് ചെയ്യുക, നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിൽ പോകുക, പാർട്ടി ആരാണോ ഓർഡർ ചെയ്യുന്നത് അത് അവർക്ക് അയച്ചു കൊടുക്കുക. അവരുടെ പേയ്മെൻറ്റ് ഓൾറെഡി വാങ്ങിച്ചിരിക്കണം. നിങ്ങൾ കരുതുന്നത് പോലെ ഈ ബിസിനസ് തുടങ്ങി ആദ്യത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് ഓർഡർ ലഭിക്കില്ല. ഡിസപ്പോയിൻ്റ് ആകരുത്. ചിലപ്പോൾ ഒരാഴ്ചത്തേക്ക് ഒന്നും കിട്ടിയില്ല എന്ന് വരാം, ഒരാഴ്ച കഴിയുമ്പോൾ 2 ഓർഡർ കിട്ടിയെന്ന് വരാം, ഒരാഴ്ച കഴിയുമ്പോൾ 3 ഓർഡർ കിട്ടിയെന്ന് വരാം, പിന്നെയും ഒരാഴ്ച വെയിറ്റിംഗ് ആയിരിക്കും. എന്നാൽ നിങ്ങൾ ഈ ബിസിനസ് ഇത് ഡിസപ്പോയിൻ്റ് ആയിട്ട് പിന്നോട്ട് പോകരുത്. ഈ ബിസിനസ് നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക, ഇതിൻ്റെ ഫോട്ടോസ് ഇട്ടുകൊണ്ടിരിക്കുക, ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു 3 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫ് തന്നെ മാറിപ്പോകും. നിങ്ങൾക്കൊട്ടും ഇരിക്കാൻ നേരമില്ലാത്ത ഒരവസ്ഥ വന്നെത്തും. ഒരു ദിവസം തന്നെ 100-200 ഓർഡറുകൾ വരുന്ന ഒരവസ്ഥ വരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ബിസിനസ്സിൻ്റെ പൊട്ടൻഷ്യാലിറ്റി. നിങ്ങൾക്ക് ഡിസൈനുകൾ ചേഞ്ച് ചെയ്യാം, നിങ്ങൾക്ക് ഐറ്റംസ് ചേഞ്ച് ചെയ്യാം, വീണ്ടും പുതിയ ഫോട്ടോസ് ഇട്ട് കൊടുത്തുകൊണ്ട് അതിലേക്ക് ആളുകളെ ആകർഷിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റും. കേവലം 5000 രൂപയിൽ തുടങ്ങിയ ഒരു ബിസിനസ്സാണ്. ഓക്കെ, നമ്മൾ അപ്ഗ്രേഡ് ആയി നമുക്ക് നല്ല രീതിയിൽ ഒരു ബൂസ്റ്റപ്പ് ഒക്കെ വന്നു എന്ന് കരുതിയാൽ ഈ ബോക്സ് നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ റോ മെറ്റീരിയൽസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മളൊരു ചെറിയ യൂണിറ്റ് തുടങ്ങുക, ഒരു തയ്യൽ യൂണിറ്റ് പോലെ തുടങ്ങുക. ആ യൂണിറ്റിൽ ഈ ബോക്സ് ഉണ്ടാക്കി വിതരണം ചെയ്യാൻ തുടങ്ങണം. ആദ്യം നമ്മൾ ഇതൊക്കെ കണ്ട് പഠിക്കണം. പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എളുപ്പമാണ്. യൂട്യൂബിൽ ഇതുപോലെയുള്ള എല്ലാ ഐറ്റത്തിൻ്റെയും വീഡിയോസ് ഉണ്ട്. ആ വീഡിയോസ് കണ്ട് അല്പം തയ്യൽ അറിയാവുന്നവരാണെങ്കിൽ അവർക്കത് ചെയ്യാനുള്ളതേ ഉള്ളൂ. അങ്ങനെ പുതിയ ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ മൈൻഡിൽ ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചിരിക്കും, പൂർണ്ണമായിട്ടും വിജയിച്ചിരിക്കും. ആളുകളുടെ ടേസ്റ്റിനനുസരിച്ച് സാധനങ്ങൾ ഉണ്ടാക്കി വിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.